എൻ്റെ പേര് കാതറിൻ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഒരു 6 കൊല്ലം മാക്സിമം 6 കൊല്ലമായി ഞാൻ എവിടെയും ധ്യാനിക്കാൻ പോവില്ല. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂല, പള്ളിയിൽ പോവില്ല, കൊന്തെത്തിക്കില്ല, ഒന്നും ചെയ്യില്ല. വീട്ടിൽ കൊന്തെത്തിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ റൂമിൽ പോയിട്ട് വാതിലടച്ച് ഞാൻ കിടന്നുറങ്ങുക ചെയ്യാറ്. പക്ഷേ കഴിഞ്ഞ മാസം ബ്രദറും വൈഫും അവരെ വീട്ടിലേക്ക് വന്നപ്പോൾ എന്നോട് ബ്രദറിൻ്റെ വൈഫ് പറഞ്ഞു, നീ ഇപ്രാവശ്യം ധ്യാനമുണ്ട്, നീ എന്തായാലും ധ്യാനിക്കാൻ വരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നോക്കട്ടെ, ചിലപ്പോഴേ ഞാൻ വരുള്ളൂ, ഉറപ്പില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പുറത്തേക്ക് ഒരു ജോബിന് വേണ്ടി ട്രൈ ചെയ്യായിരുന്നു. അത് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു നോക്കട്ടെ, ചിലപ്പോൾ ഞാൻ വരും, ചിലപ്പോൾ ഞാൻ വരില്ല പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ബ്രദർ 2 ദിവസം അവർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ബ്രദർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു, ചേച്ചി ബ്രദറിനോട് പറഞ്ഞു തോന്നുന്നു, ഞാൻ ധ്യാനിക്കാൻ ചിലപ്പോഴേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ ബ്രദർ വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഇപ്രാവശ്യം ധ്യാനിക്കാൻ വന്നില്ലെങ്കിൽ നിന്നെ സ്നേഹിക്കുന്നവരും നീ സ്നേഹിക്കുന്നവരും നിന്നെ ഇട്ടേച്ച് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ജോലി ഉണ്ടായില്ല. ഞാൻ ഇവിടെ കാലിക്കറ്റ് ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യായിരുന്നു. ആ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് എവിടെയും നിന്നിട്ട് മര്യാദയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് വർക്ക് ചെയ്യും, അവിടുന്ന് ഒരു മാസം കഴിഞ്ഞ് ഞാൻ പിന്നെ തിരിച്ചു വരും, അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്ത് പോവും, അവിടുന്ന് വർക്ക് ചെയ്യും, അവിടുന്ന് തിരിച്ചു വരും, അങ്ങനെയായിരുന്നു. പക്ഷേ ബ്രദർ പറഞ്ഞു, എന്തായാലും പറഞ്ഞതിൻ്റെ ഒരു പേടിയിൽ ഞാൻ പറഞ്ഞു ഞാൻ ധ്യാനിക്കാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബ്രദറിൻ്റെ ഫാമിലീൻ്റെ കൂടെ ഞാനിവിടെ ധ്യാനിക്കാൻ വന്നു. കഴിഞ്ഞ മാസമാണ് ഞാനിവിടെ ആദ്യമായിട്ട് ധ്യാനിക്കാൻ വരുന്നത്. ഞാനിവിടെ വന്നിട്ട് ഞാൻ എഴുതിയിട്ട് 2 നിയോഗമുള്ളൂ. 1, എനിക്ക് ജോലി വേണം. 2, എൻ്റെ ചേച്ചിക്ക് പുറത്തേക്ക് ജോലി നോക്കായിരുന്നു. ചേച്ചിയുടെ പുറത്തേക്കുള്ള ജോലിയുടെ കാര്യം റെഡിയാവണം. ഇത് 2 മാത്രം ഞാൻ എഴുതിയിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടുന്ന് ധ്യാനം കൂടി ഞാൻ തിരിച്ചു പോയി, ഒരാഴ്ച പോലും എടുത്തിട്ടില്ല. അതിനു മുന്നേ എനിക്കൊരു മെസ്സേജ് വന്നു, ഞാൻ പുറത്തേക്ക് ട്രൈ ചെയ്ത ജോലി റെഡിയായി. ഈ മാസം 30-ാം തീയതി ഞാൻ അബുദാബിയിൽ വർക്കിന് കയറാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ധ്യാനം കൂടി കൂടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ധ്യാനിക്കാൻ വേണ്ടി വന്നതാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ധ്യാനം കൂടി കർത്താവ് നല്ലൊരു ജോലി കൊടുത്തു. ഈ മാസം 30-ാം തീയതി ആ ജോലിക്കേണ്ട പോകും. അതിനോട് നന്ദി പറഞ്ഞ് കൂടാൻ വേണ്ടിയിട്ടാണ് ധ്യാനത്തിന് വന്നത് കേട്ടോ. മൂക്കുത്തിയൊക്കെ ഊഴിയോ ദൈവം കൊടുത്ത അല്ലെ അനുഗ്രഹത്തിനൊത്ത് നന്ദി പറഞ്ഞ് കരളടിച്ചേ. ഇതാണ് രക്തക്കണ്ണീർ ജപമാലകളാണ്. ഈ ജപമാല വേണ്ടവരുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ജപമാല ആവശ്യപ്പെടുന്ന മക്കൾ മാക്സിമം ഫോൺ വിളിക്കാതെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കണമേ. അതിൻ്റെ വിവരങ്ങൾ വാട്സപ്പിലൂടെ നമുക്ക് അറിയിക്കാവുന്നതാണ്. ഇപ്പോൾ ജപമാല കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്പീഡ് പോസ്റ്റ് വഴിയോ അങ്ങനെ ഏതെങ്കിലും കൊറിയർ സംവിധാനം വഴിയാണ് ഓരോരുത്തരുടെ വീടുകളിലേക്ക് നമ്മൾ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ജപമാല നമ്മളിവിടുന്ന് അയക്കുന്ന എല്ലാ ജപമാലകളും വൈദികൻ്റെ കയ്യിൽ നിന്നും വെഞ്ചരിച്ച ജപമാലകളാണ് നമ്മളിവിടുന്ന് അയക്കുന്നത്. ഈ ജപമാല ഉള്ളതുപോലെ നിങ്ങൾക്ക് തരാവുന്നതാണ്. ഒത്തിരി പേര് ഒന്നിച്ച് വിളിച്ചാൽ നമുക്ക് തരാൻ സാധിക്കുന്നതല്ല. കാരണം ഈ ജപമാല എൻ്റെ വൈഫാണ് കിട്ടുന്നത്. വൈഫിൻ്റെ അമ്മച്ചി സഹായിക്കുമെന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നത് പോലെ ജപമാല തരാവുന്നതാണ്. ആമീൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആണ് കർത്താവ് യേശുവേ, അങ്ങയുടെ ഈ കൊന്തകളെയും കുരിശുകളെയും യേശുവെ അങ്ങ് ആസ്വദിക്കുകയും വിശദീകരിക്കുകയും ഇത് ഉപയോഗിക്കുന്നവരിൽ മേൽ ദൈവമേ നിന്റെ വലിയ അനുഗ്രഹവും കൃപയും വരുവാനായിട്ട് യേശുവെ അങ്ങോട്ട് വരുത്തണമേ. കർത്താവ് മകനെ അനുഗ്രഹിക്കണം, പ്രത്യേകിച്ച് കൊന്തകളെ ഇതിനെല്ലാം യേശുവെ നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കണമെന്നു പറഞ്ഞവരമേ നിനക്ക് സുസ്തി. കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. കൊണ്ട് നിർമ്മമായ യേശു അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനെ
നിറഞ്ഞ നിനക്ക് സ്വസ്ഥീകർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. നമ്മുടെ നിർമ്മലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. നിറഞ്ഞ നിനക്ക് സ്വസ്ഥീകർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. നമ്മുടെ നിർമ്മലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. നമ്മുടെ കർത്താവ് ശിമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.